ഏറ്റവും അധികം ബുദ്ധിശൂന്യമായ ഒരു പരിപാടിയാണ് ഈ ജോലിക്കൊരു സമയമോ ഒരു പരിധിയോ ഒരു ടാർജറ്റോ ഒന്നും നിശ്ചയിക്കാതെ ജോലിയിൽ നിരതമാവുക എന്നുള്ളത് ഒരു പൊട്ടത്തരാണെന്നാണ് നമുക്ക് നാടൻ ഭാഷയിൽ പറയാൻ പറ്റും. ഇത് ജോലിയും ശമ്പളമൊക്കെ എന്തിനറിയങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാനാണ്. ആ പണം നമ്മൾ അനുഭവിക്കണം. അത് എന്നെ അനുഭവിക്കുക? നമ്മുടെ പണം നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനുള്ളതാണ്. നല്ലൊരു റിസോർട്ടിൽ മക്കളെയും കൂട്ടി ഒരു 5 ദിവസം താമസിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് നമ്മൾ എൻജോയ് ചെയ്യാണ്. നമ്മുടെ വൈഫിൻ്റെ കൂടെ ഒരു മണിക്കൂർ ഇരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ വലിയൊരു എൻജോയ്മെൻ്റാണ്. നമ്മൾ ഈ യുവത്വത്തിലൊക്കെ നല്ല പ്രായത്തിലൊക്കെ ഏറ്റവും നല്ല സമയം യാതൊരു പരിധിയും പരിമിതികളും സമയവും നിശ്ചയിക്കാതെ ജോലി ചെയ്ത് വിശ്രമിക്കാതെ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ബാത്റൂമിൽ പോവാതെ എന്താണ് ഈ പണം കൊണ്ടൊരു കാര്യം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പണം നമുക്ക് ഉപയോഗിക്കാൻ ഒരു ദിവസം നമ്മൾ പണം സമ്പാദിക്കാൻ നിങ്ങൾക്കൊരു ദിവസം 5000 രൂപ വരുമാനമുണ്ടെങ്കിൽ ആ 5000 രൂപ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് ചിലവഴിക്കാനുള്ളതാണ്. അത് മുഴുവൻ തീർക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എത്രമാത്രം വരുമാനവും സൗകര്യവും നിങ്ങൾക്കുണ്ടോ ആ അനുഗ്രഹങ്ങളെ അനുഭവിക്കാൻ കൂടെ സമയം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പണത്തിന് എന്താ അർത്ഥമാണുള്ളത്? അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് വെറുതെ ജോലി ചെയ്യാന്നില്ല. ഈ ജോലി കൊണ്ട് കിട്ടുന്ന പണം നമ്മുടെ ലൈഫിൽ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ഒരു സമയം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഇതില്ലെങ്കിൽ എന്താ അറിയോ, നമ്മുടെ ആരോഗ്യം നശിക്കും, നമ്മുടെ ജീവിതം നശിക്കും, നമ്മുടെ ബന്ധങ്ങൾ നശിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കും, നിങ്ങളുടെ കുട്ടികളെ കണ്ടല്ലോ, നിങ്ങളുടെ കുട്ടികൾ ഒരു കുട്ടി ജനിച്ച് വരുന്ന സമയം മുതൽ ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളിലും ആ കുട്ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിലെല്ലാം കൂടെ നിൽക്കുന്ന മാതാപിതാക്കൾക്ക് വ്യത്യസ്ത ദൗത്യമാണ് നിർവഹിക്കാനുള്ളത്. അതായത് ഞാനൊരു വാപ്പയാണെങ്കിൽ 1 വയസ്സായ എൻ്റെ കുട്ടിക്ക് നൽകേണ്ടത് 1 വയസ്സിൽ ഞാൻ നൽകേണ്ടത് വാപ്പ എന്ന് നൽകേണ്ടതല്ല ഞാൻ 7 വയസ്സിൽ നൽകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളൊരു സമയം കണ്ട് പ്രായത്തിൽ നൽകാത്ത ഒന്നും പിന്നെ നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല. നിങ്ങളുടെ വൈഫിന് ഏജ് ആവുകയാണ്, നിങ്ങളുടെ ഭർത്താവിന് ഏജ് ആവുകയാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു ദിവസവും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തിൽ സമ്പാദിക്കുന്നതോടൊപ്പം ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് പേഴ്സണലായിട്ടും കുടുംബപരമായിട്ടും അനുഭവിക്കാനും ആസ്വദിക്കാനും കൂടെയുള്ള സമയം കൂടെ കണ്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിശൂന്യമായ നിലക്കാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോണത് എന്ന് പറയേണ്ടി വരും.